ഇന്ന് രാവിലെ നമ്മൾ എബ്രായ ലേഖനം 11 അധ്യായമാണ് നമ്മൾ നോക്കുന്നത്. ബൈബിളിൽ ഒരു വിഷയം തന്നെ പൂർണ്ണമായും പറയുന്ന അധ്യായങ്ങൾ കുറച്ചേ ഉള്ളൂ. അതിലൊന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായം സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ എബ്രായ ലേഖനം 11 അധ്യായം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. നമുക്കറിയാം, ഈ ബൈബിള് എഴുതിയ സമയത്ത് ബൈബിളിൽ അധ്യായ വിഭജനമോ വാക്യ വിഭജനമോ ഇല്ലായിരുന്നു. പിന്നീട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വിഭജിച്ചിരിക്കുന്ന വിഭജനങ്ങൾ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങണമെന്ന് നിർബന്ധമില്ല. അന്ന് അവർക്ക് സൗകര്യമെന്ന് തോന്നിയ ഒരു വിഭജനം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. എബ്രായ ലേഖനം 11 അധ്യായം തുടങ്ങുന്നത് 1-ാം വാക്യത്തിലല്ല. അത് മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് പോകണം. അവിടെ നിന്നാണ് ഇത് പറഞ്ഞു വരുന്നത്. ആ കൂട്ടത്തിലാണ് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അത് തുടർച്ചയാണ്. അതുകൊണ്ട് 10-ാം അധ്യായത്തിന്റെ 35 മുതൽ നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പൊ ഈ 35-ാമത്തെ വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. therefore എന്തോ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് 34-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നിങ്ങൾ തടവുകാരോട് കരുണ കാണിച്ചു. നിങ്ങളുടെ സമ്പത്തിനെ മറ്റുള്ളവർ തട്ടിയെടുത്തു. അപ്പോൾ നിങ്ങൾ ദുഃഖിച്ചില്ല എന്ന് മാത്രമല്ല, അത് സന്തോഷത്തോടെ സഹിച്ചു. സന്തോഷത്തോടെ സഹിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്തുണ്ട്. അത് പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ട് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്താണ് ധൈര്യം? സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്തുണ്ട്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എന്താണ് ദൈവം ചെയ്ത വാഗ്ദത്തം? ഞാനിതൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ വാഗ്ദത്തം എന്നൊക്കെ പറയുമ്പോൾ, പണ്ടൊരു അമ്മച്ചി പറഞ്ഞു, ദൈവം എന്നെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ കേട്ടിരുന്നവർ അവര് ലിറ്ററലി ചിന്തിച്ചു അമ്മച്ചി മരിക്കാൻ പോവാണ്. അമ്മച്ചി പറയുന്ന ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് വാഗ്ദത്തം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതുപോലത്തെ കുറെ പ്രവാചകൻ പറഞ്ഞ കുറെ വാഗ്ദത്തങ്ങളുണ്ട്. ഇവിടെ അതൊന്നുമല്ല. എന്തിനാ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്? നമ്മൾ ഇന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്ത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് എബ്രായ ലേഖന കർത്താവ് മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അത് പറഞ്ഞിട്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം തുടങ്ങുന്നത്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിലല്ല ഈ എബ്രായ ലേഖന കർത്താവ് ആ 11-ാം അധ്യായത്തിലെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം, നമ്മള് കൂടുതൽ ലൗകികരും ലോകസ്നേഹികളും വസ്തുതൽപരരുമായതുകൊണ്ട് ദൈവം എന്തെല്ലാം നിത്യതയോട് ബന്ധത്തിൽ ഉദ്ദേശിച്ചു, ആത്മീയതയോട് ബന്ധത്തിൽ ഉദ്ദേശിച്ചു, അതെല്ലാം നമ്മള് ഭൗതികതയിലേക്ക് വകമാറ്റി വെക്കുകയാണ്.
വരാനുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ, ആത്മീയ കാര്യങ്ങളുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പൊ ആ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ആ അധ്യായം തുടങ്ങുന്നത് ഒരു നിർവചനത്തോടു കൂടിയാണ്. വിശ്വാസത്തിന്റെ നിർവചനം. എന്താണ് വിശ്വാസം? വിശ്വാസം ഒന്ന്, അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ്, ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഞാന് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പിന്നീട് ഞാൻ പറയാം. തന്റെ അടുക്കൽ വരുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പൊ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്ന പ്രതിഫലം? എന്താണ് ആശിക്കുന്നത്? ഈ പശ്ചാത്തലത്തിൽ, നമ്മൾ പറഞ്ഞു വരുന്ന പശ്ചാത്തലത്തിൽ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെന്താണ് ആശിച്ചത്? അവരാശിച്ചത് ഈ ഭൂമിയിലുള്ള ദൃശ്യമായ, താൽക്കാലികമായ, നൈമിഷികമായ കാര്യങ്ങളല്ല, മായയായ കാര്യങ്ങളല്ല. അവരാശിച്ചതൊക്കെ വരാനുള്ളതും ആത്മീക കാര്യങ്ങളുമാണ്. രണ്ട് കാര്യങ്ങൾ എബ്രായ ലേഖനം മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. യേശു പഴയ നിയമ ഭക്തന്മാരെക്കാളും പഴയ നിയമ പ്രവാചകന്മാരെക്കാളും വലിയവൻ, സകലത്തിന്മേൽ ഉന്നതൻ. ആ യേശു തന്റെ ശരീരത്തിലൂടെ ഒരു പുതുവഴി തുറന്നു തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണ്. ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം, കർത്താവ് വേഗത്തിൽ വരും. ആ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണം, മടുത്ത് പിന്മാറി പോകരുത്. ഇതാണ് പ്രധാനമായും എബ്രായ ലേഖനത്തിന്റെ സന്ദേശം. എന്താണ് ആശിക്കുന്നത്? നമ്മുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ എന്താണ് ആശിക്കുന്നതെന്ന് നോക്കിയാൽ മതി. പണ്ട് ഒരു പറച്ചിലുണ്ട്, ചോറ് വെന്തോ എന്ന് നോക്കാൻ എല്ലാ അരിയും എടുത്ത് ഞെക്കി നോക്കണ്ട, ഒരു അരി എടുത്ത് ഞെക്കി നോക്കിയാൽ മതി. അതുപോലെ നമ്മൾ എന്താണ് ആശിക്കുന്നത് നോക്കിയാൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാകും. റോമാലേഖനം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് ആത്മീക കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജഡികമായി വ്യാഖ്യാനിക്കുന്നത്? ഒന്നുകൊണ്ടുമല്ല, നമ്മുടെ സ്വഭാവം അതാണ്. ജഡ സ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. യേശു ഒരിക്കൽ നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്ക് കഴിപ്പാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് അപ്പത്തെക്കുറിച്ചാണ്. അതുപോലെ മറ്റൊരിക്കൽ യേശു പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവരതിനെ കണ്ടത് അപ്പം മറന്നുപോയതിനെ കുറിച്ചാണ്. ജഡ സ്വഭാവമുള്ളവൻ എന്ത് കേട്ടാലും അവന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ചിന്തിക്കുന്നത്. ആത്മസ്വഭാവമുള്ളവൻ അവൻ കേൾക്കുന്നത് ആത്മാവിന്റെ ചിന്തയാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം നോക്കിയാൽ നമ്മൾ ആശിക്കുന്നത് എന്താണെന്ന് അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അത് 13-15 വാക്യങ്ങളിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. ലൂക്കോസ് 12:13-15. ഒരിക്കൽ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണം. വളരെ ന്യായമായ ഒരു സാധാരണമായ ആവശ്യം. അവൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, എന്റെ സഹോദരന്റെ സ്വത്ത് എനിക്ക് പിടിച്ചു തരണമെന്നല്ല പറയുന്നത്, ന്യായമായി എനിക്ക് വരാനുള്ള അവകാശം അത് പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോടൊന്ന് പറയണം. വളരെ ന്യായമായ ഒരു കാര്യമാണെങ്കിലും കർത്താവിന്റെ മറുപടി കുറച്ച് കട്ടിയാണ്.
യേശു അവനോട്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആര് എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ചോദിക്കാനുള്ള കാരണം, ദൈവപുത്രനായ യേശു ഒരിക്കൽ മാത്രം മനുഷ്യകുലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവം മനുഷ്യനായി ജനിച്ചു. അങ്ങനെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു വന്നപ്പോൾ ആ മനുഷ്യൻ യേശുവിനെ ഉപയോഗിക്കുന്നത് സ്വത്ത് പങ്കിടാൻ വേണ്ടിയാണ്. ഒരമ്മ, ഇപ്പോ നമ്മൾ ആരും മുറ്റത്തിരുന്ന് ഈ മീൻ വെട്ടാറില്ല. പണ്ട് കാലത്തേക്ക് മുറ്റത്തിരുന്നാണ് മീൻ വെട്ടുന്നത്. എൻ്റെ അമ്മയൊക്കെ മുറ്റത്തിരുന്നാണ് മീൻ വെട്ടുന്നത്. അപ്പൊ ഈ മുറ്റത്തിരുന്ന് മീൻ വെട്ടുന്ന സമയത്ത് കുറെ പൂച്ചകളൊക്കെ ചുറ്റും വന്നിരിക്കും. ഒരു നെയ്മീൻ മേടിച്ചു, അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു പൂച്ച നെയ്മീൻ കഷ്ണം എടുത്തുകൊണ്ട് ഓടി. ഈ അമ്മയ്ക്ക് ഈ പൂച്ച എറിയാൻ ഒന്നും കിട്ടുന്നില്ല, കല്ലൊന്നും കിട്ടുന്നില്ല. തൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഈ അമ്മ മീൻ വെട്ടുന്നത്. ഈ കുഞ്ഞിനെ എടുത്ത് ഈ പൂച്ച എറിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അമ്മയ്ക്ക് ഈ കുഞ്ഞിനേക്കാൾ വലുത് ഈ മീൻ കഷ്ണമാണ്. അതുപോലെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ വന്ന യേശുവിനെ അവൻ തന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് അവൻ ഉപയോഗിച്ചത് അവന്റെ ഭൂമി പങ്കിടാൻ വേണ്ടിയാണ്. നമ്മൾ യേശുവിനെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മുടെ ഭൂമി പങ്കിടാനും നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നിറവേറ്റപ്പെടാനും നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ ആണ് നാം യേശുവിനെ ഉപയോഗിക്കുന്നെങ്കിൽ യേശുവിന്റെ അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഈ മനുഷ്യൻ യേശുവിനെ തന്റെ സ്വത്ത് പങ്കിടുവാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്നാണ് യേശു പറയുന്നത്? അവന്റെ ദ്രവ്യാഗ്രഹം. നമ്മുടെ ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥനയും ഉപവാസമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെയാണ് യേശു പറയുന്നത്. നമ്മുടെ ആശ എന്താണ് എന്ന് നോക്കിയാൽ നമ്മുടെ സ്വഭാവം അറിയാം. ഒന്ന്, ആശിക്കുന്നതിന്റെ ഉറപ്പ്. അവരെന്താശിച്ചത്? അവരാശിച്ചത് ഈ ലോകത്തിലെ കാര്യമോ താൽക്കാലികമായ കാര്യമോ അല്ല. അവരാശിച്ചത് വരാനുള്ളതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചാൽ നമുക്കറിയാം അവരൊക്കെ ആശിച്ചത് അതാണ്. രണ്ടാമത്തേത്, ദ കൺവിക്ഷൻ ഓഫ് ദ തിങ്സ് നോട്ട് സീൻ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അവർ കണ്ടിട്ടില്ല, പക്ഷേ വിശ്വാസത്താൽ അവർക്ക് നേരിട്ട് കാണുന്നത് പോലെയാണ്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാണ് അവർക്ക്. കർത്താവ് ജീവിക്കുന്നു, നിശ്ചയമാണ്. കർത്താവ് രണ്ടാമത് വരും, നിശ്ചയമാണ്. സ്വർഗമുണ്ട്, നിശ്ചയമാണ്. ദൈവത്തിന്റെ വചനം ദൈവം തന്നതാണ്, അത് ഞാൻ അതുപോലെ അനുസരിക്കണം, അത് അവർക്ക് നിശ്ചയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ആ നിശ്ചയമാണ്, കാണാത്ത കാര്യങ്ങൾ. എന്നിട്ട് എബ്രായ ലേഖന കർത്താവ് കുറെ പഴയ നിയമ ഭക്തന്മാരുടെ, വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അത് തുടങ്ങുന്നത് ഹാബേലിൽ നിന്നാണ്. പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാബേലിൽ നിന്നല്ല. കാരണം ഹാബേലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും പഴയ നിയമത്തിൽ അത്ര വിശദമായി പറയുന്നില്ല. വിശദമായി പറയുന്നത് നോഹയെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് നോഹയെ കുറിച്ചാണ്. അതിന്റെ 7-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു.
വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ഭയഭക്തി പൂണ്ടു, അതിനെ അനുസരിച്ചു. ദൈവം പറഞ്ഞത് നോഹ വിശ്വാസത്താൽ അതുപോലെ അനുസരിച്ചു. വിശ്വസിച്ചു എന്നതിന്റെ തെളിവ് അനുസരണമാണ്. അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചു എന്ന് തോന്നുകയാണ്, വിശ്വസിച്ചു എന്ന് ആഗ്രഹിക്കുകയാണ്, വിശ്വസിച്ചു എന്ന് പറയുകയാണ്, പക്ഷെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചെങ്കിൽ അതനുസരിക്കും. അതുകൊണ്ടാണ് യാക്കോബ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. വിശ്വാസം നമ്മെ അനുസരണത്തിലേക്ക് നടത്തും. നോഹയുടെ ജീവിതം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. നോഹയെ കുറിച്ച് ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്താണ്? ആ തലമുറയിൽ മറ്റാരും തന്നെ, അല്ലെങ്കിൽ അധികമാരും തന്നെ നീതിമാന്മാരോ നിഷ്കളങ്കരോ ദൈവത്തോടുകൂടെ നടക്കുന്നവരോ അല്ലായിരുന്നു. നോഹ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടുകൂടെ നടക്കുന്നവനുമായിരുന്നു. 13-ാമത്തെ വാക്യം. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നമ്മൾ ഈ വിശ്വാസ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, വിശ്വാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസം എന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിലല്ല. വിശ്വാസം ദൈവം പറയുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം നോഹയോട് പറഞ്ഞു. അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ദൈവം പറയുന്നത് നോഹ അതുപോലെ വിശ്വസിക്കും. അതിൽ തന്റെ ഇന്റർപ്രിട്ടേഷൻ ഇല്ല, തന്റെ സൗകര്യങ്ങളില്ല, തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, തനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതുപോലെ അതിനെ വ്യാഖ്യാനിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഉൽപ്പത്തി 6:22. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. എന്തിനാ ഈ 2 വാക്കുകൾ എഴുതിയിരിക്കുന്നത്? തന്നോട് കൽപ്പിച്ചത് ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. തന്നോട് കൽപ്പിച്ച് ചെയ്യുന്നതും അങ്ങനെ തന്നെ ചെയ്യുന്നതും രണ്ടാണ്. നമ്മളോട് ദൈവം പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കും, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമ്മൾ അനുസരിക്കത്തില്ല. ഒരു ഉദാഹരണം, ദൈവം എന്നോട് വടക്കേന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തിലേക്ക് പോകാൻ പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ ഈ കേരളത്തിന്റെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വടക്കേന്ത്യയിലുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ദൈവത്തെ അനുസരിച്ചാണ് പോകുന്നത്. എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്യുകയാണ്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. പല ദൈവദാസന്മാരുടെ ജീവിതത്തിൽ പറ്റുന്ന വലിയൊരു അബദ്ധം അതാണ്. ദൈവം പറഞ്ഞത് കേട്ടവർ ഇറങ്ങി പുറപ്പെടും, പക്ഷെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കും. ദൈവം തന്നോട് കൽപ്പിച്ചത് നോഹ ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ തന്നെ ചെയ്തു. ഇൻ ഡീറ്റെയിൽസ്, ദ ഒബീഡിയൻസ് ഇൻ ഡീറ്റെയിൽസ്, വിശദാംശങ്ങളിലുള്ള അനുസരണം. ദൈവം പറഞ്ഞത് ചെയ്യുക മാത്രമല്ല, അതിന്റെ വിശദാംശം. ആണി എവിടെ അടിക്കണം, എത്ര ആണി അടിക്കണം, എന്ത് മരമെടുക്കണം, എത്ര തട്ടുണ്ടാകണം, അതിലൊന്നും തൻ്റെതായ കാര്യങ്ങൾ അതിൽ കയറ്റുന്നില്ല. നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. എങ്ങനെയാ വിശ്വസിച്ചത്? ദൈവം പറയുന്നത് കേട്ടു, അത് അതുപോലെ അനുസരിച്ചു. ഇനി നമുക്ക് ഹാബേലിലേക്ക് വരാം. എബ്രായ ലേഖനം 11:4 വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ ഒരു യാഗം കഴിച്ചു.
അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിനെ സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹാബേലിനെ കുറിച്ച് അധികം കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നില്ല. നമ്മൾ ഒരു കാര്യം ഓർക്കണം, അധികം കാര്യങ്ങൾ പറയാത്തതിനൊന്നും പുറകിൽ അധികം കാര്യമില്ലെന്ന് ചിന്തിക്കരുത്. അതിനൊക്കെ വളരെ വിശദമായ കാര്യങ്ങളും വിശദമായ ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു. ഹാബേല് വിശ്വാസത്താൽ യാഗം കഴിച്ചു. ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചു എന്ന് പറയുമ്പോൾ കായീൻ വിശ്വാസത്താലല്ല യാഗം കഴിച്ചത്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കാരണം ഹാബേൽ യാഗം കഴിച്ചത് വിശ്വാസത്താലാണ്. കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. കാരണം കായീൻ യാഗം കഴിച്ചത് വിശ്വാസത്താലല്ല. എന്താണ് വിശ്വാസത്താൽ യാഗം കഴിച്ചു അല്ലെങ്കിൽ വിശ്വാസത്താൽ അല്ലാതെ യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ? വിശ്വാസം നമ്മൾ കണ്ടു. അതാണ് ഞാൻ ആദ്യം നോഹയുടെ കാര്യം പറഞ്ഞത്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങളെ അതുപോലെ അനുസരിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്താലാണ് അനുസരിക്കുന്നത്. അപ്പൊ ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യാഗം കഴിക്കേണ്ടത്. ഹാബേല് ദൈവം പറഞ്ഞതുപോലെ യാഗം കഴിച്ചു. കായീൻ ദൈവം പറഞ്ഞതുപോലെ യാഗം കഴിച്ചില്ല. അതുകൊണ്ടാണ് ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചു, കായീൻ വിശ്വാസത്താലല്ല യാഗം കഴിച്ചത്. സാധാരണ നാം എന്താണ് തെരഞ്ഞെടുക്കുന്നത്? പൊതുവെ നാം തെരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരുടെ നടപ്പ് രീതികളാണ്, സമൂഹത്തിന്റെ നടപ്പ് രീതികളാണ്, എല്ലാവരും ചെയ്യുന്ന രീതികളാണ്. മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നു അതിനെ പിന്തുടരുകയാണ് പൊതുവെ നാം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അതാണ് സൗകര്യം. സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, ഹാബേല് യാഗം കഴിച്ചത് ഒരു മൃഗത്തെയാണ്. എന്നാൽ കായീൻ യാഗം കഴിച്ചത് തന്റെ കൃഷിഫലത്തിൽ നിന്നാണ്. ഹാബേൽ ആട്ടിടയനാണ്, കായീൻ കൃഷിക്കാരനാണ്. അപ്പൊ കായീന് യാഗം കഴിക്കാൻ എളുപ്പം, സൗകര്യം എന്ന് പറയുന്നത് കൃഷിഫലങ്ങളാണ്. താൻ കൃഷിക്കാരനാണ്. അപ്പൊ സൗകര്യത്തിനനുസരിച്ചാണ് താൻ യാഗം കഴിച്ചത്. ബൈബിളിൽ അവരുടെ ജീവിതം പറയുന്നതിന് മുൻപ് എങ്ങനെ യാഗം കഴിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം കായീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു. കാരണം ഹാബേൽ യാഗം കഴിച്ചത് വിശ്വാസത്താലാണ്, കായീൻ യാഗം കഴിച്ചത് വിശ്വാസത്താലല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദാമിനോട് ഹവ്വയോട് മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ ആ രീതി അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ദൈവത്തിന് യാഗം കഴിക്കേണ്ടത്. നമ്മൾ വായിക്കുന്നുണ്ട്, കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവരുടെ യാഗത്തിലും പ്രസാദിച്ചു. ആദ്യം യാഗത്തിലല്ല പ്രസാദിച്ചത്, അവരിലാണ് പ്രസാദിച്ചത്, അല്ലെ അവരുടെ സ്വഭാവത്തിലാണ് പ്രസാദിച്ചത്. അപ്പൊ കായീന്റെ സ്വഭാവം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ഒരു ജീവിതമല്ല, ദൈവത്തെ കേട്ട് ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിതമല്ല. എന്നാൽ ഹാബേല് ദൈവത്തെ കേട്ട് ദൈവത്തെ അനുസരിക്കുന്ന ജീവിതമാണ്. അത് യാഗത്തിലും പ്രതിഫലിച്ചു. ദൈവം പറഞ്ഞതുപോലെയുള്ള ഒരു യാഗമല്ല കഴിച്ചത്. ഇനി നമുക്ക് ഹാബേലിന്റെയും കായീന്റെയും കാര്യം വിടാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. നമ്മൾ സാധാരണ യാഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്താണ്? ടൈത്ത് ആൻഡ് ഓഫറിങ്സ്, ദശാംശവും വഴിപാടും. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നമ്മളെല്ലാവരും ദശാംശം കൊടുക്കുന്നവരാണ്. എവിടെ നിന്നാണ് നിങ്ങളത് പഠിച്ചത്? ഇവിടെ നമ്മൾ കണ്ടത് കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം കായീൻ അങ്ങനെ യാഗം കഴിക്കാൻ പഠിച്ചത് ദൈവത്തിൽ നിന്നല്ല, തന്റെ ഇഷ്ടത്തിൽ നിന്നാണ്. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാനുള്ള കാരണം ഹാബേല് അത് പഠിച്ചത് ദൈവത്തിൽ നിന്നാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കേട്ടനുസരിക്കുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ഈ ടൈത്ത് എവിടെ നിന്ന് കിട്ടി?
എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിച്ഛേദന കഴിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ സർക്കംസിഷൻ കഴിക്കുന്നില്ല? കാര്യം അത് പഴയ നിയമമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ശനിയാഴ്ച ശബത്ത് ആചരിക്കുന്നില്ല? അത് പഴയ നിയമമാണ്. എന്തുകൊണ്ട് നിങ്ങൾ കൂടാര പെരുന്നാളും പെസഹ പെരുന്നാളും ആചരിക്കുന്നില്ല? അത് പഴയ നിയമമാണ്. അപ്പോ തൈത്തോ, ദശാംശം. അപ്പൊ നിങ്ങൾ പറയും, യേശു പരീശന്മാരോട് പറഞ്ഞില്ലേ, കപടഭക്തിക്കാരായ നിങ്ങൾ തുളസി, ചതകുപ്പ്, ജീരകം എന്നിവയിൽ പതാരം കൊടുക്കുന്നു, ന്യായപ്രമാണത്തിലെ ഘനമേറിയ കരുണ, വിശ്വസ്തത എന്നിവയൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നു. അത് ചെയ്യുകയും ഇത് ഒഴിവാക്കാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞില്ലേ? അതാരോടാ പറയുന്നേ? യഹൂദ മതചിഷ്ടകൾ ആചരിച്ചു കൊണ്ടിരുന്ന പരീശന്മാരോട് അവരുടെ തെറ്റിനെ ഓർമ്മിപ്പിക്കാൻ, അവരുടെ കപടഭക്തിയെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഉപദേശം തന്നിട്ടില്ല. ദശാംശം എന്നുള്ള ഉപദേശം തന്നിട്ടില്ല. പിന്നെ നമ്മൾ ദശാംശം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? ദശാംശം കൊടുക്കുന്നത് നമ്മുടെ സൗകര്യത്തിന്. എന്താ സൗകര്യം? ഞാൻ ദശാംശത്തെ കുറിച്ച് പഠിപ്പിക്കാനല്ല, വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. 2000 എന്റെ ഇൻകം, വരുമാനം 20,000 രൂപയായിരുന്നു ചിന്തിക്കുക. അപ്പൊ ഞാൻ 2,000 രൂപ ടൈത്ത് കൊടുത്തു. 2010 ആയപ്പോൾ എന്റെ വരുമാനം 40,000 ആയി. ഞാൻ 4,000 ടൈത്ത് കൊടുത്തു. 2020 ആയപ്പോൾ എന്റെ വരുമാനം 60,000 രൂപയായി. ഞാൻ 6,000 ടൈത്ത് കൊടുത്തു. കൊടുക്കുന്നതിൽ വർദ്ധിച്ചോ? തീർച്ചയായും വർദ്ധിച്ചു. 2,000 ഉണ്ടായിരുന്നു, 4,000 ആയി, 4,000 ഇപ്പോൾ 6,000 ആയി. പക്ഷേ സത്യത്തിൽ കൊടുക്കുന്നത് വർദ്ധിച്ചു. 24 വർഷം മുൻപ് നിങ്ങൾ ദൈവത്തിനെന്ന് പറഞ്ഞു മാറ്റിവെച്ചത് 10%. ഇപ്പോഴും കൊടുക്കുന്നത് 10% തന്നെയാണ്. കൊടുക്കുന്നത് വർദ്ധിച്ചിട്ടില്ല. അതാണ് സൗകര്യം. വലിയ തലവേദന ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. ഒരിക്കൽ ആരോ പറഞ്ഞു, അങ്ങനെയൊക്കെ പഠിപ്പിച്ച ഈ ദശാംശ കൊടുപ്പ് പോലും നിർത്തുന്നു. ഇപ്പൊ അതെങ്കിലും കൊടുക്കട്ടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെറ്റായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ തെറ്റായി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെയ്യാതിരിക്കുന്നതാണ്. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. കാരണം കായീൻ യാഗം കഴിച്ചത് വിശ്വാസത്താലല്ല, ഹാബേൽ യാഗം കഴിച്ചത് വിശ്വാസത്താൽ. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 9:7. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. ഇതാണ് പുതിയ നിയമോപദേശം. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഇനി ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നത് എന്തിനാ? കൊടുക്കുന്നത് കിട്ടാൻ. കൂടുതൽ കൊടുത്താൽ കൂടുതൽ കിട്ടും. ദൈവത്തെ കച്ചവടമാക്കരുത്. യേശു ഒരിക്കൽ മാത്രമേ ചാട്ടയുണ്ടാക്കിയുള്ളൂ. അത് വേശ്യകളെ അടിക്കാനോ ചുങ്കക്കാരെ അടിക്കാനോ അല്ല. യേശുവിന്റെ ജനങ്ങൾ എന്ന് പറയുന്ന യഹൂദന്മാർ കൂടി വരുന്ന ആലയത്തിൽ ദൈവത്തിന്റെ ആലയം കച്ചവട സ്ഥലമാക്കിയപ്പോൾ മാത്രമാണ് യേശു ചാട്ടയുണ്ടാക്കിയത്. ദൈവത്തിന്റെ ആലയത്തെ കച്ചവട സ്ഥലമാക്കരുത്. കൊടുക്കുന്നത് കിട്ടാൻ വേണ്ടി എന്ന് പറയുന്നത് കച്ചവടമാണ്. സന്തോഷത്തോടെ കൊടുക്കുക. അതെത്രയാ കൊടുക്കേണ്ടത്? എനിക്കറിയില്ല. അത് നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ചിരിക്കും. അതിൽ ടൈത്തില്ല. ഹാബേൽ കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. ഹാനോക്ക് എന്തായിരുന്നു? ഹാനോക്കിന്റെ പ്രത്യേകത, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപ് സാക്ഷ്യം പ്രാപിച്ചു. ഞാൻ
ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, പല ക്ലാസ്സുകളിൽ പറഞ്ഞു, വിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. ഒരു നീണ്ട ചരിത്രമുണ്ട്. നോഹയ്ക്കുണ്ട്. ലോകത്തിലുള്ള എല്ലാവരും പാപത്തിന്റെ വഴിയിൽ ജീവിക്കുമ്പോൾ അവൻ മാത്രം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അങ്ങനെ നടന്ന് ഉണ്ടാകുന്നതാണ് വിശ്വാസം. ഒരാളുടെ കൂടെ നടക്കുന്തോറും പരിചയപ്പെടുന്തോറും അയാളുടെ വിശ്വാസം നമുക്ക് വർദ്ധിക്കും. ഇവിടെ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു വിശ്വാസത്താൽ. സാധാരണ നമ്മള് ഒരു ഫാഷൻ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? ഇന്നത്തെ പിള്ളേര് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ സൗകര്യം ആകാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. അത് വിശ്വാസ ജീവിതമല്ല. സമൂഹം പോകുന്നത് പോലെ പോകുന്നത് അത് വിശ്വാസ ജീവിതമല്ല. ഹാനോക്ക് അങ്ങനെ നടന്നവനല്ല. സമൂഹത്തിന്റെ ഫാഷൻസ്, സമൂഹത്തിന്റെ കസ്റ്റംസ്, സമൂഹത്തിന്റെ സിസ്റ്റംസ്, സമൂഹത്തിന്റെ രീതികൾ, സമൂഹത്തിന്റെ സംസ്കാരം, അതിനനുസരിച്ച് പോകുന്നവനല്ല. ദൈവം തനിക്ക് വെളിപ്പെടുത്തിയതിനനുസരിച്ച് ജീവിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നത്തെ സമൂഹം പറയുന്ന പേരുണ്ട്, ഔട്ട്ഡേറ്റഡ്. കഴിഞ്ഞു, ഇവരൊന്നും ഇനി കൊള്ളത്തില്ല. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും അത് പറയുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അത് ഒരു മുദ്രയാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആളാണെന്നുള്ളതിന്റെ ഒരു മുദ്രയാണത്. നീ ഈ കാലഘട്ടത്തിന് പറ്റിയവരല്ല. നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുകയാണ്, നീ കാശുണ്ടാക്കാൻ പഠിച്ചിട്ടില്ലല്ലോ. എത്രയോ പേര് കാശുണ്ടാക്കും. അല്ലെങ്കിൽ നിന്നെല്ലാവരും പറ്റിക്കുകയല്ലേ, നീ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ, അവരെ കണ്ട് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. സന്തോഷം കൊണ്ട് തുള്ളണം. കാര്യം ദൈവത്തിന്റെ മുദ്ര നിങ്ങളുടെ മേൽ വരികയാണ്. കാരണം നിങ്ങൾ കാഴ്ചയാൽ ജീവിക്കുന്നവനല്ല, വിശ്വാസത്താൽ ജീവിക്കുന്നവനാണ്. നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ്. ഈ കാലഘട്ടത്തിന് പറ്റിയവനല്ല. ഹാനോക്ക് വിശ്വാസത്താൽ ജീവിച്ചവനാണ്. ഈ ഹാനോക്കിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. യൂദയുടെ പുസ്തകം 14-15 വാക്യങ്ങൾ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ആര്? ഹാനോക്ക്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അന്ന് ബൈബിളില്ല. കർത്താവിന്റെ ഒന്നാമത്തെ വരവ് സംഭവിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ആ മനുഷ്യൻ വിശ്വസിച്ചു. നമുക്കിന്ന് സയന്റിഫിക് പ്രൂഫ് ഉണ്ട്, പൊളിറ്റിക്കൽ പ്രൂഫ് ഉണ്ട്, സോഷ്യൽ പ്രൂഫ് ഉണ്ട്. സാമൂഹികമായി, രാഷ്ട്രീയമായി, ശാസ്ത്രീയമായി ഒക്കെ കർത്താവിന്റെ വരവ് അടുത്തു എന്ന് നമുക്ക് അറിയാം. എന്നിട്ടും നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. ഹാനോക്കിനെ റെഫർ ചെയ്യാൻ ബൈബിളില്ല. സയൻസ് നോക്കിയിട്ട് കർത്താവിന്റെ വരവായി എന്ന് പറയാനില്ല. അത്തി തളിർക്കുമ്പോൾ കർത്താവിന്റെ വരവാകുമെന്ന് പറയാൻ യഹൂദന്മാർ അവരുടെ രാജ്യം സ്ഥാപിച്ചിട്ടൊന്നുമില്ല. ആ സമയത്ത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഹാനോക്കിന് വെളിപ്പെടുത്തി കൊടുത്തു ഇതൊക്കെ. അതുപോലെ ഹാനോക്ക് വിശ്വസിച്ചു. എന്താ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്? ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം പറഞ്ഞത് അതുപോലെ ദൈവം ഹാനോക്ക് വിശ്വസിച്ചു. ഹാനോക്കിന് എല്ലാം മനസ്സിലായി കാണത്തില്ല. ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ഹാനോക്കിനോട് ചോദിച്ചു കാണാം. ഹാനോക്ക് പറഞ്ഞ കാര്യം ഇതാണ്, എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞവനെ എനിക്കറിയാം. നമ്മളോടൊക്കെ പലപ്പോഴും പലരും ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ല. എനിക്കറിയില്ല, പക്ഷെ അത് പറഞ്ഞവൻ എനിക്കറിയാം. അവൻ നുണ പറയത്തില്ല, സത്യമേ പറയൂ, പറഞ്ഞത് സംഭവിക്കും. ഞാനത് വിശ്വസിക്കും.
പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിനെ ദൈവം വിളിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷം പ്രാപിച്ച് ബൈബിൾ സ്റ്റഡിയിൽ വിശ്വാസത്തിന്റെ ക്ലാസ്സൊക്കെ പങ്കെടുത്ത് നോട്ട് എടുത്ത് റെഫർ ചെയ്ത് അങ്ങനെയുള്ളൊരു കാലഘട്ടമല്ല അബ്രഹാമിന്റെ കാലഘട്ടം എന്ന് ഓർക്കണം. ദൈവത്തെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ വിശ്വാസത്താൽ അബ്രഹാം പുറപ്പെട്ടു. വിശ്വാസം എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയിലേക്കുള്ള ഒരു യാത്രയാണ്, അനിശ്ചിതത്വത്തിലേക്കുള്ള യാത്രയാണ്. വിശ്വാസ ജീവിതം അനിശ്ചിതത്വമുള്ള ജീവിതമാണ്. എന്നാൽ അനിശ്ചിതത്വമാണോ? അല്ല. എന്താണ് അനിശ്ചിതത്വം? കണ്ണുകൊണ്ട് കാണാനില്ല, അതാണ് അനിശ്ചിതത്വം. പക്ഷെ വിശ്വാസത്തിന്റെ ഉറപ്പുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് അനിശ്ചിതത്വം പാടില്ല. അതായത് കണ്ണുകൊണ്ട് കാണണം. ദൈവം എനിക്ക് തെളിയിച്ചു തരണം. ദൈവം കൊടുത്ത കൽപ്പനയിൽ ഒരു കൽപ്പനയാണ് ദൈവത്തെ പരീക്ഷിക്കരുത്. അടിക്കടി ദൈവത്തോടുള്ള തെളിവുകൾ ചോദിക്കുന്നത് അത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം ചില തെളിവുകളൊക്കെ തന്നു കാണാം. പക്ഷെ തെളിവ് ചോദിക്കുന്നത് ആത്മീയതയുടെ ലക്ഷണമല്ല. ഈ ഭൂമിയിൽ നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോമേ ഉള്ളൂ, നിൽക്കാൻ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ക്രിസ്തു എന്ന പ്ലാറ്റ്ഫോം, അത് വിശ്വാസത്താലുള്ള പ്ലാറ്റ്ഫോമാണ്. അല്ലെങ്കിൽ വസ്തുക്കളുടെ അടിസ്ഥാനം, പണം, ബാങ്ക് ബാലൻസ്, റിസോഴ്സസ്, ഇതിലേതിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തു എന്ന പാറയാണോ കാഴ്ചയാലുള്ള വസ്തുക്കൾ എന്ന പാറയിൽ ഏതിലാണ് നമ്മൾ നിൽക്കുന്നത്? കാഴ്ചയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം തനിക്കുണ്ടായിരുന്നതെല്ലാം വിട്ടിട്ട് എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ, ആര് പറഞ്ഞിട്ട് പോകുന്നു എന്നറിഞ്ഞിട്ട് പോയി. എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല, പക്ഷെ ആര് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് അറിഞ്ഞുപോയി. മക്കളുടെ ഭാവി, നമ്മൾ പറഞ്ഞൊരു വാക്കാണ് മക്കളുടെ ഭാവി. നിങ്ങളത് പറയുമ്പോൾ കാഴ്ചയാൽ പറയുന്ന വാക്കാണോ വിശ്വാസത്താൽ പറയുന്ന വാക്കാണോ? മക്കൾക്കൊരു ഭാവി വേണ്ട ബ്രദറെ. മക്കളുടെ ഒരു ഭാവി നമ്മൾ ശമ്പളവും നോക്കി അവർക്ക് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാം സ്വരുക്കൂട്ടിയിട്ട് അവര് നമ്മളെ ജീവിതത്തിലേക്ക് അവരെ ഇറക്കി വിടുക. പിന്നെ എങ്ങനെ അവർ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനാണ്? നമ്മൾ ഇങ്ങനെയാണോ മക്കളെ ജീവിതത്തിലേക്ക് വിടുന്നത്? മോനെ, എനിക്കൊന്നും തരാനില്ല, കാരണം ഞാൻ വിശ്വാസ ജീവിതം നയിച്ചത്. പക്ഷെ നിനക്ക് എന്നെ ഇതുവരെ നടത്തിയ സൃഷ്ടിതാവായ ദൈവത്തെ, അടിസ്ഥാനമുള്ള ഒരു പാറയെ പരിചയപ്പെടുത്തി തരാം. ആ പാറയിൽ ചവിട്ടി നിന്നാണ് ഞാൻ ഇതുവരെ വന്നത്. ആ പാറയിൽ നിനക്ക് നിൽക്കാം എന്ന് പറഞ്ഞ് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് അവരെ നമുക്ക് നടത്താം. വളരെ ദുഃഖം.
കാഴ്ചയാൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് വളരെ ശക്തിയോടെ കൈയടിച്ച് ചാടി മറിഞ്ഞ് ശരീരം വേർത്തിട്ട് ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടായി വരാം. അതൊക്കെ സൈക്കോളജിക്കലോ ശാരീരികമായിട്ടുണ്ടാകുന്ന ഒരു മസിൽ റിലീസ് ഒക്കെയാണ്. വേദപുസ്തകമല്ല പറയുന്നത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിന് വേണ്ടിയാണ്. അത് സാധു കൊച്ചു കുഞ്ഞുപദേശി ആയാലും 2024 ജീവിക്കുന്ന ബിജു ആയാലും വിശ്വാസ ജീവിതം തന്നെയാണ് വേണ്ടത്. വേർ ഇസ് അവർ ട്രസ്റ്റ്? നമ്മുടെ ട്രസ്റ്റ് എവിടെയാണ്? കുറെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പരിചയമുള്ള ഒരു മനുഷ്യൻ ഒരു പ്രൈവറ്റ് ബാങ്ക് നടത്തിയിരുന്നു. ആ ബാങ്ക് പൊളിഞ്ഞു. അപ്പൊ ഈ ബാങ്ക് നടത്തിയിരുന്ന മനുഷ്യനോട് പറയാണ്, ഒരു ക്രിസ്തീയ പുരോഹിതൻ കുറച്ച് പൈസ ബാങ്കിൽ ഇട്ടിരുന്നു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞ വാക്കിതാണ്, ഇനി ഞാൻ ജീവിക്കണമെന്ന്. ബാങ്ക് പൊളിഞ്ഞ് താൻ ഇട്ടിരുന്ന പൈസ നഷ്ടപ്പെട്ട അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഇനി ഞാൻ ജീവിക്കണം. ആ മനുഷ്യൻ ഇതുവരെ അപ്പൊ ജീവിച്ചത് എന്തിനു വേണ്ടിയാ? ക്രിസ്തീയ പുരോഹിതനാണ്. ആ പണത്തിന് വേണ്ടി. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അബ്രഹാം ദൈവം വിളിച്ചപ്പോൾ വിശ്വാസത്താൽ എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. ആ വിശ്വാസ ജീവിതം വർദ്ധിച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്റെ ഉള്ളിലുള്ള പ്രത്യാശ എന്തായിരുന്നു? അടിസ്ഥാനമുള്ളതും ദൈവം ശില്പിയായി പണിത നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. വിശ്വാസ ജീവിതം നയിക്കുന്നവന് മാത്രമാണ് വരാനുള്ളതിനെ കുറിച്ചുള്ള പ്രത്യാശയും ആർത്തിയും ആഗ്രഹമൊക്കെ ഉണ്ടാവും. വരാനുള്ളതിനെ കുറിച്ച്. അല്ലെങ്കിൽ കാഴ്ചയാൽ ജീവിക്കുന്നവൻ പാട്ടൊക്കെ പാടും. കാരണം പാട്ട് പാടിയില്ലെങ്കിൽ അങ്ങനെ ശരിയാകുന്നേ. എന്ന് വരും പ്രാണപ്രിയനെ കൊണ്ടുവന്നൊക്കെ പാട്ടൊക്കെ പാടും. അതൊരു സമാധാനത്തിനും എല്ലാവരും ഒക്കെ അംഗീകരിക്കാൻ വേണ്ടിയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അവന്റെ ഉള്ളിൽ കർത്താവ് വരണമെന്നുമില്ല, കർത്താവ് വരുമെന്ന് ചിന്തയില്ല, ഒന്നുമില്ല. വിശ്വാസ കണ്ണുകൊണ്ട് മാത്രമാണ് നമുക്ക് വരാനുള്ളതിനെ കുറിച്ചുള്ള ഒരു വെളിച്ചമുണ്ടാകും. നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ പറയുന്ന എല്ലാവരെ കുറിച്ചും പഠിക്കാൻ നമുക്ക് സമയമില്ല. കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്. ഇനി അതിന്റെ 13ാമത്തെ വാക്യം വായിക്കും. എബ്രായ ലേഖനം 11:13. ഇവർ എല്ലാവരും, ഈ പറഞ്ഞ വിശ്വാസ വീരന്മാർ, വിശ്വാസ ജീവിതം നയിച്ചിരുന്ന ഭക്തന്മാർ, ഇവരെല്ലാവരും വാഗ്ദത്തം ചെയ്തത് പ്രാപിച്ചില്ല. എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? നിത്യജീവനും സ്വർഗവും. അത് അവർ പ്രാപിച്ചില്ല. അതവർ ദൂരെ നിന്ന് കണ്ടു. മോശ പിക്സ മലയുടെ മുകളിൽ കയറി നിന്ന് കനാൻ നാട് കണ്ടതുപോലെ ഇവർ ഈ ഭൂമിയിൽ വെച്ച് വരാനുള്ള സ്വർഗം കണ്ടു. വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടു. വളരെ ഉറപ്പാണ്. അതുകൊണ്ട് അവര് ഭൂമിയിൽ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് തങ്ങൾ അന്യരും പരദേശികളുമെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല. കുറച്ചു കാലത്തേക്ക് ഞാനിവിടെ ജീവിക്കുകയാണ്. കുറച്ചു കാലത്തേക്ക് ജീവിക്കുമ്പോൾ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം വേണം, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ കുറച്ച് സൗകര്യങ്ങൾ വേണം. അത്രയേ ഉള്ളൂ. അല്പം അപ്പം വിശപ്പിന്, സ്വല്പം വെള്ളം ദാഹിക്കില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലൗകിക കാര്യങ്ങളെ കുറിച്ച് ഇത്രമാത്രം ആർത്തി ഉണ്ടാകുന്നത്? കാരണം വരാനുള്ളതിനെ കുറിച്ചുള്ള കാഴ്ച നമുക്കില്ല. എന്തുകൊണ്ട് കാഴ്ചയില്ല? നമ്മൾ ഈ ഭൂമിയിൽ നയിക്കുന്നത് വിശ്വാസ ജീവിതമല്ല, കാഴ്ചയാലുള്ള ജീവിതമാണ്. ഇവരെല്ലാവരും അവർക്ക് ലഭിച്ച വാഗ്ദത്തം ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ലഭിക്കാഞ്ഞതിന്റെ കാരണം സമയമായിട്ടില്ല. ലഭിക്കാതിരിക്കത്തില്ല, ലഭിക്കും.
പക്ഷേ അതവര് കണ്ടു. അത് കാണണം. ഈ നമ്മുടെ പ്രശ്നം എന്താ? നമ്മളെ പഠിപ്പിക്കുന്ന എന്ത് കാണാനാ? നമ്മളെ പഠിപ്പിക്കുന്നത് 2 നില വീടും 3 നില വീടും കാറും പ്ലെയിനും വലിയ ബാങ്ക് ബാലൻസും കാണാൻ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന അതാണ്. പ്രവാചകൻ വന്ന് നമ്മളോട് എന്താ പറയുന്നത്? പ്രവാചകൻ പറയുന്നത്, നിനക്ക് പോകാനുള്ള പ്ലെയിൻ പെയിന്റ് അടിക്കുന്നത് ഞാൻ കാണുന്നു. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വന്ന് പ്രശ്നങ്ങളൊക്കെ മാറ്റും. നിന്റെ മകന് നീ ആഗ്രഹിക്കുന്ന പോലുള്ള അഡ്മിഷൻ കിട്ടും. ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസിപ്പിച്ച് അതിൽ നമ്മൾ രസം പിടിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് കാഴ്ചപ്പാടില്ല. പഴയ നിയമത്തിൽ ഇങ്ങനെയുണ്ട്, ഹ്രസ്വദൃഷ്ടിയുള്ളവൻ ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിക്കരുത്. നമ്മളെ ഒന്ന് പരിശോധിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുക. നമ്മളൊരു വിശ്വാസ ജീവിതമാണോ നയിക്കുന്നത്? കാഴ്ചയുടെ ജീവിതമാണോ നയിക്കുന്നത്? വിശ്വാസ ജീവിതം അല്ല എങ്കിൽ വരാനുള്ളതിനെ കുറിച്ച് വെറുതെ ചിന്തിക്കാം, ആഗ്രഹിക്കാം എന്നൊക്കെ ഉള്ളൂ. അതിനെ കാണാൻ പറ്റത്തില്ല. വിശ്വാസം എന്നത് ആശിക്കുന്നത് മാത്രമല്ല, ആശിക്കുന്നതിന്റെ ഉറപ്പ്. എനിക്കത് കിട്ടും. കാണാത്ത കാര്യങ്ങൾ അത് നിശ്ചയമാണ്. ഒരിക്കൽ ഒരു പെൺകുട്ടി, ഒരു കാടിന്റെ അടുത്താണ് ആ പെൺകുട്ടി താമസിക്കുന്നത്. അപ്പൊ രാത്രി അവൾ കടയിൽ പോയിട്ട് വരികയാണ്. അവൾ ഓടിപ്പോവുകയാണ് അവളുടെ വീട്ടിലേക്ക്. അപ്പൊ ഒരാൾ ചോദിച്ചു, മോളെ, നിനക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ രാത്രി ഇങ്ങനെ പോകാൻ നിനക്ക് പേടിയില്ല? ഈ രാത്രി ഇങ്ങനെ കടയിലൊക്കെ പോയിട്ട് പോകാൻ പേടിയില്ല ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, അങ്കിളെ, ആ കുന്ന് കണ്ടോ? അവിടെ ഒരു ലൈറ്റ് കണ്ടോ? അവിടെ എൻ്റെ അപ്പൻ ഇരിപ്പുണ്ട്. ആ അപ്പൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അവൾക്ക് ഉറപ്പാണ്, ആ കുന്നിന് മുകളിലിരുന്ന് അപ്പൻ എന്നെ നോക്കുന്നുണ്ട്. ആ ഉറപ്പ് അവളുടെ ഭയം നീക്കിക്കളഞ്ഞു. നിന്നെ ആര് പുലർത്തും? അബ്രഹാമിനോട് ചോദിച്ചു കാണും. നിന്നെ ആര് സഹായിക്കും? അന്യദേശമാണ്. അവരോട് പറഞ്ഞു കാണും, ആ കുന്ന് കണ്ടോ? ആ കുന്നിന് മുകളിൽ ഒരു അപ്പൻ ഇരിപ്പുണ്ട്. ആ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല.